നമസ്കാരം. 2024 ജനുവരി മാസത്തിൽ ഈ പുതുവർഷത്തിൽ LPG ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഷെയർ ചെയ്യുന്നത്. എല്ലാവരും വാർത്ത പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കെല്ലാം തന്നെ ഒന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പ്രത്യേകിച്ച് പൊതുജനങ്ങൾക്ക് ഒഴിച്ചുകൂടാനാകാത്ത ഒന്നാണ് LPG ഗ്യാസ് സിലിണ്ടറുകൾ. പാചകത്തിന് കൂടുതൽ ആളുകൾ രാജ്യത്ത് ഉപയോഗിക്കുന്നതും ഇത്തരം LPG ഗ്യാസ് സിലിണ്ടറുകളാണ്. ഗ്യാസ് സിലിണ്ടറിന്റെ വില വർധനവും മറ്റും നമ്മുടെ നിത്യജീവിതത്തെ ബാധിക്കുകയും ചെയ്യാറുണ്ട്. എല്ലാ മാസ ആദ്യവും ഗാർഹിക പാചകവാതക സിലിണ്ടറുകളുടെയും വാണിജ്യ സിലിണ്ടറുകളുടെയും വില കൂടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. എന്നാൽ ഇതൊന്നും നമ്മൾ പെട്ടെന്ന് അറിയില്ല എന്നതാണ് വാസ്തവം. അപ്പോൾ ഈ ജനുവരി മാസത്തിൽ ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അവ എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമതായിട്ട് രാജ്യത്ത് പാചകവാതക സിലിണ്ടറിന്റെ വില കുറച്ചു എന്നതാണ്. വാണിജ്യ ആവശ്യത്തിനുള്ള സിലിണ്ടറിന്റെ വിലയാണ് കുറച്ചിരിക്കുന്നത്. 19 കിലോഗ്രാം പാചകവാതക സിലിണ്ടറിന്റെ വിലയിൽ 4.5 രൂപയുടെ വില കുറവാണ് എണ്ണ കമ്പനികൾ ഇപ്പോൾ വരുത്തിയിരിക്കുന്നത്. കുറവ് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരുന്നതായിരിക്കും. 1756 രൂപ മുതൽ 1925 രൂപ വരെ വിവിധ നഗരങ്ങളിൽ വാണിജ്യ സിലിണ്ടറുകൾക്ക് ഇപ്പോൾ വില വരുന്നതാണ്. അതേസമയം ഗാർഹിക ആവശ്യത്തിനുള്ള സിലിണ്ടറിന്റെ വിലയിൽ മാറ്റമില്ല. വിമാനത്തിന്റെ ഇന്ധനത്തിന്റെ വിലയിലും മാറ്റമുണ്ട്. പല ജില്ലകളിലും 10 മുതൽ 20 രൂപയുടെ മാറ്റവും ഉണ്ടായിരിക്കുന്നതാണ് എന്ന കാര്യം കൂടി പൊതുജനങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി രണ്ടാമതായിട്ട് പാചകവാതക ബുക്കിംഗ് നടത്തുന്നവർക്കായിട്ട് പുതിയ അറിയിപ്പുമായിട്ട് ഇപ്പോൾ എത്തിയിരിക്കുകയാണ് ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ഭാരത് പെട്രോളിയം കമ്പനിയുടെ പാചകവാതക ബുക്കിങ്ങിന് പുതിയ നമ്പറാണ് ഇപ്പോൾ അധികൃതർ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ പുതിയ അറിയിപ്പ് പ്രകാരം ബുക്കിംഗ് നടത്തുന്ന ഗുണഭോക്താക്കൾ 7712312345 എന്ന നമ്പറിലും ഇത് കൂടാതെ തന്നെ 7718012345 എന്ന നമ്പറുകളിലും ബുക്കിങ്ങിനായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഈ രണ്ട് നമ്പറുകളും ഏതാണ്ട് 5 വർഷം മുൻപാണ് ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ അവതരിപ്പിച്ചത്. എന്നാൽ ഉപഭോക്താക്കൾ ബുക്കിംഗ് നടത്തുന്നതിനായിട്ട് ഇപ്പോഴും പ്രവർത്തനരഹിതമായിട്ടുള്ള നമ്പറാണ് ഉപയോഗിക്കുന്നതെന്ന് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് വീണ്ടും ഒരു മുന്നറിയിപ്പ് കൂടി ഇപ്പോൾ നൽകിയിട്ടുള്ളത്. 9446256789 എന്ന IVRS നമ്പർ കാലഹരണപ്പെട്ട നമ്പറാണെന്നും അത് ബുക്കിങ്ങിനായിട്ട് ഉപയോഗിക്കരുതെന്നും ഇപ്പോൾ അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇനി മൂന്നാമതായിട്ട് ഗാർഹിക പാചകവാതകത്തിന്റെ വിതരണത്തിൽ വ്യാപകമായിട്ടുള്ള തട്ടിപ്പുകളാണ് ഇപ്പോൾ ഏജൻസികൾ മുഖാന്തരം നടക്കുന്നത്. വിലയിലും തൂക്കത്തിലുമൊക്കെ ഏജൻസികൾ ക്രമക്കേടുകൾ നടത്തുന്നതായിട്ട് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഏജൻസി വിതരണത്തിൽ വ്യാപക ക്രമക്കേടുകൾ ഉണ്ടെന്ന പരാതികളുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ നിരവധി ഏജൻസികളിൽ പരിശോധനകളും നടത്തിയിരുന്നു. ഗ്യാസ് വിതരണത്തിലും രേഖകൾ സൂക്ഷിക്കുന്നതിലും ചട്ടങ്ങൾ പാലിക്കുന്നില്ലെന്നും ഉപഭോക്താക്കളുടെ സിലിണ്ടറുകളുടെ സുരക്ഷ ഉറപ്പാക്കുന്നില്ല എന്നും കണ്ടെത്തുകയുണ്ടായി. പാചകവാതക ഏജൻസികളുടെ പ്രവർത്തനം വിലയിരുത്തുന്നതിനായിട്ട് താലൂക്ക് സപ്ലൈ ഓഫീസർ, അതുപോലെ തന്നെ അസിസ്റ്റന്റ് സപ്ലൈ ഓഫീസർ, റേഷൻ ഇൻസ്പെക്ടർ എന്നിവർ അടങ്ങിയ സ്ക്വാഡാണ് കഴിഞ്ഞയിടയ്ക്ക് വിവിധ ജില്ലകളിൽ വിവിധ സ്ഥലങ്ങളിൽ തന്നെ ഇപ്പോൾ പരിശോധനകൾ നടത്തിയത്. ഇതേ തുടർന്ന് പാചകവാതക വിതരണ ഏജൻസികളുടെ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കുകയുണ്ടായി. കളക്ടർ അംഗീകരിച്ച ദൂരത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഡെലിവറി നിരക്കുകൾ ഏജൻസി ഓഫീസുകളിൽ ഉപഭോക്താക്കൾ കാണത്തക്ക സ്ഥലത്ത് പ്രദർശിപ്പിക്കുക, അതുപോലെ തന്നെ ഉപഭോക്താക്കൾക്ക് കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുക, ഇനി അതുപോലെ തന്നെ ബില്ലിൽ കാണിച്ചിരിക്കുന്ന തുക മാത്രം ഈടാക്കുക, ഡെലിവറി പരാതിക്കിടയില്ലാത്ത വിധം നടപ്പിലാക്കുക, ഡെലിവറി വാഹനങ്ങളിൽ സിലിണ്ടർ തൂക്കുന്ന ഉപകരണം നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കുക, ഉപഭോക്താക്കൾ നേരിട്ടും അതുപോലെ തന്നെ ഫോണിലും അന്വേഷിക്കുന്ന വിവരങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മറുപടി നൽകുക, റീഫിൽ സിലിണ്ടർ കാലതാമസം കൂടാതെ നൽകുക എന്നിവ കർശനമായിട്ട് പാലിക്കുവാനാണ് പുതിയ നിർദ്ദേശം ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഗ്യാസ് ഏജൻസികളുടെ നിയമലംഘനങ്ങൾ അറിയിക്കണമെന്നും ലീഗൽ മെട്രോളജി വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ഉപഭോക്താക്കൾക്ക് ഗ്യാസ് സിലിണ്ടറിന്റെ തൂക്കം നോക്കി ഉറപ്പുവരുത്തുവാനായിട്ട് ഇനി മുതൽ ത്രാസും വാഹനങ്ങളിൽ സൂക്ഷിക്കേണ്ടതായിട്ട് വരും. ത്രാസിന്റെ ലീഗൽ മെട്രോളജി സർട്ടിഫിക്കറ്റ് ഉപഭോക്താക്കൾ കാണത്തക്ക വിധം വ്യക്തമായിട്ട് സ്ഥാപനത്തിൽ പ്രദർശിപ്പിച്ചിരിക്കേണ്ടതാണ്. ഗ്യാസ് സിലിണ്ടർ വിതരണ വാഹനങ്ങളിൽ ത്രാസ് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. അതുപോലെ ത്രാസിന്റെ സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കേണ്ടതാണ്. തൂക്കവ്യത്യാസമുള്ള സിലിണ്ടറുകൾ ഉപഭോക്താക്കൾക്ക് നൽകുവാൻ പാടില്ല. അതുപോലെ തന്നെ ഗ്യാസ് ഏജൻസികളുടെ 5 കിലോമീറ്റർ പരിധിയിൽ വിതരണം ചെയ്യുന്ന സിലിണ്ടറുകൾക്ക് ഡെലിവറി ചാർജ് ഈടാക്കുവാനും പാടില്ല. 5 കിലോമീറ്റർ പരിധിയിൽ കൂടുതൽ വിതരണം നടത്തുന്ന സിലിണ്ടറുകൾക്ക് ഡെലിവറി ചാർജ് ബില്ലിൽ രേഖപ്പെടുത്തി വേണം വാങ്ങുവാനായിട്ടും. ഈ നിർദ്ദേശങ്ങൾ ഏജൻസികൾ ലംഘിക്കുകയാണെങ്കിൽ ടോൾ ഫ്രീ നമ്പറായിട്ടുള്ള 1800-425-4835 എന്ന നമ്പറിലേക്ക് പരാതിയായിട്ട് പൊതുജനങ്ങൾക്ക് അറിയിക്കാമെന്ന് ജോയിന്റ് കൺട്രോളർ അറിയിച്ചിട്ടുണ്ട്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് രാജ്യത്ത് ദുർബല വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളെ ആരോഗ്യകരമായിട്ടുള്ള പാചക രീതിയിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കേന്ദ്ര സർക്കാർ ഉജ്ജ്വല യോജന പദ്ധതി ആരംഭിച്ചത്. ഉജ്ജ്വല യോജനയിൽ 200 രൂപ സബ്സിഡി ആയിരുന്നത് 300 രൂപയായിട്ട് വർദ്ധിപ്പിച്ചിരുന്നു. ഇത് കൂടാതെ തന്നെ പുതുതായിട്ട് 75 ലക്ഷത്തോളം ആളുകളെ കൂടി ഉജ്ജ്വല യോജന പദ്ധതിയിലേക്ക് ഉൾപ്പെടുത്തുവാനായിട്ട് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. ഇതിന്റെ അപേക്ഷകൾ ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. ഉജ്ജ്വല യോജനയിലുള്ളവർക്ക് 910 രൂപ നൽകിക്കൊണ്ട് സിലിണ്ടർ വാങ്ങാം.
ഗ്യാസ് വാങ്ങിയതിനു ശേഷം അവരുടെ അക്കൗണ്ടിലേക്ക് 300 രൂപ സബ്സിഡിയായിട്ട് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെയാകുമ്പോൾ ഈ പദ്ധതി വഴി ഗ്യാസ് സിലിണ്ടറിന് ആകെ 610 രൂപയടുത്ത് മാത്രമേ ചിലവ് വരികയുള്ളൂ. നിലവിൽ ഗ്യാസ് കണക്ഷൻ ഉള്ളവർക്ക് ഉജ്ജ്വല യോജനയിലേക്ക് അപേക്ഷിക്കുവാൻ സാധിക്കില്ല. നിലവിൽ ഗ്യാസ് കണക്ഷൻ ഇല്ലാത്ത BPL വിഭാഗത്തിലുള്ളവർക്ക് ഉജ്ജ്വല യോജനയിലേക്ക് അപേക്ഷിക്കുവാൻ സാധിക്കും. ഇതിന്റെ അപേക്ഷകൾ ഉടൻ തന്നെ ആരംഭിക്കുന്നതായിരിക്കും. ഒരുപക്ഷെ 2024 ഇലക്ഷനൊക്കെ മുൻപായിട്ട് തന്നെ ഈ അപേക്ഷകൾ ആരംഭിക്കുമെന്നുള്ള സൂചനകളാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ പുറത്തുവിടുന്നത്. വളരെ പ്രധാനപ്പെട്ട 4 അറിയിപ്പുകളാണ് ഗ്യാസ് വിതരണവുമായിട്ട് ബന്ധപ്പെട്ട് ഈ 2024 പൊതുജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. എല്ലാവരിലേക്ക് നിങ്ങൾ ഈ വാർത്ത മറക്കാതെ ഒന്ന് ഷെയർ ചെയ്യുക. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക.